ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഞാൻ നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം മൈസൂർ ഡാലിന് എടുത്തിട്ടുള്ളത് ചോപ്പ് പരിപ്പ്. ഓക്കെ, അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒനിയനാണ്. ഒരു മീഡിയം സൈസ് ഒനിയനാണ്, കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് 3, ഗാർലിക്, ജിഞ്ചർ. ഓക്കെ, ഇനി ഇടാനുള്ളത് തക്കാളിയാണ്, 2 തക്കാളി, ടൊമാറ്റോ 2. ഓക്കെ, ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സോൾട്ട് ടു ടേസ്റ്റ്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചിട്ട് ഇതിൻ്റെ വെയിറ്റൊക്കെ ഇട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെക്കാം. ഓക്കെ, ഇതിന് ഒരു 3 വിസിലടിക്കാൻ വേണ്ടി ഞാൻ വെക്കും എന്തായാലും. അപ്പോഴാണ് നന്നായിട്ടൊന്ന് വെന്ത് വരിക. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കണ്ടേ. ഞാൻ പരിപ്പ് അതുപോലെ തന്നെ എന്താ പറയുക, വെണ്ടയ്ക്കയും കൂടി ഉള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആദ്യം ഞാൻ ഈ വെണ്ടയ്ക്ക ഒന്ന് മുറിച്ചിട്ട് വെറുതെ ഒന്ന് ചൂടായ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തുള്ള വെള്ളം ഒന്ന് എന്താ പറയുക വറ്റാൻ വേണ്ടി. ഇല്ലെങ്കിൽ അതിൽ പൊട്ടിത്തെറിച്ച് നമ്മൾ കണ്ണിലൊക്കെ ആവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വാട്ടിയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. എന്നിട്ട് കരിയാൻ വേണ്ടി പാടില്ല. കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു കറക്റ്റ് വേവിൽ തന്നെ എടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായാൽ മതി. അതിൽ കൂടുതൽ പിന്നെ ഫ്രൈ ആവുകയൊന്നും വേണ്ട. ഇതിപ്പോൾ മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാനുള്ള എന്താ പറയുക ആരംഭം. ഓക്കെ, ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസ്റ്റാർഡ് സീഡ്സ്. ഓക്കെ, 1 ടീസ്പൂൺ മസ്റ്റാർഡ് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ഡ്രൈ ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഡ്രൈ ചില്ലി ഭയങ്കര എരിവാണ്, അതുകൊണ്ട് ഞാൻ 2 മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുനുകുന അരിഞ്ഞ് വെച്ച ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഫ്രൈ ആകുമൊന്നും വേണ്ട. ഒന്ന് കടിക്കുമ്പോൾ ഒരു ഒനിയൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ടർമറിക് പൗഡർ 1 ടീസ്പൂൺ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒനിയൻ മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ റെഡ് ചില്ലി പൗഡർ 3/4 ടേബിൾ സ്പൂൺ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടല്ല അത്രയും ഇട്ട് കൊടുക്കാം. ഞാൻ എനിക്ക് എരിവ് ഇഷ്ടമല്ല. ഇനി കൊറിയാണ്ടർ പൗഡർ 1.5 ടേബിൾ സ്പൂൺ. ഇതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ വേവിച്ച് വെച്ച പരിപ്പാണ് ഇതിലേക്ക് ഇടുന്നത്. ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വറുത്ത് കോരി വെച്ച വെണ്ടയ്ക്ക. ഓൾറെഡി പരിപ്പും അതുപോലെ തന്നെ വെണ്ടയ്ക്കും വന്നതാണ്. ഉപ്പ് നോക്കാം ജസ്റ്റ് ഒന്ന്. ഇനി ഇതിലേക്ക് ഞാൻ ടാമറിൻ്റെ വാട്ടറാണ്, പുളിവെള്ളം. ഓക്കെ, ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങയാണ്, ഒരു അരമുറി തേങ്ങ, കുറച്ച് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറി ലീഫ്, അതുപോലെ തന്നെ ഇതിലേക്ക് സോൾട്ട് കറക്റ്റ് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം എന്ന് പറയുന്നത് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കുക എന്നതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളക്കാണ്ട് വെക്കുക. ഓക്കെ, അധികം ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ പരിപ്പും വെണ്ടയ്ക്കും കൂടിയുള്ള നല്ലൊരു കിട്ടില്ല കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി ഉടൻ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.